ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ കാർ കളക്ഷനായിട്ട് കുറച്ച് പുതിയ കാർ കൊണ്ടുണ്ട്. ഇതെല്ലാം ഫൈബറിൻ്റെ മോഡലാണ്, പ്രത്യേകിച്ച് ഇതെല്ലാം സെൻറ്റിയുടെ മോഡലാണ്. സോ ആദ്യം ഞാനൊരു വാഗണാറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് വാഗണാർ ഭയങ്കര ഇഷ്ടമാണ്, ഓൾഡ് മോഡൽ വാഗണാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. നെക്സ്റ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു നാനോ ആണ്, നമ്മുടെ ടാറ്റയുടെ നാനോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ വേറെ കളറൊക്കെ നോക്കി, അപ്പം യെല്ലോ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. യെല്ലോയ്ക്കൊന്നും അത്ര ഫിനിഷിങ് തോന്നില്ല, കറക്റ്റ് പ്ലാസ്റ്റിക് ഫീൽ നമുക്ക് തോന്നും. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ജിപ്സി. ഇത് നമ്മുടെ നാനോയുടെ അത്ര ഒന്നും സൈസൊന്നുമില്ല, ചെറിയ സൈസിലേ കൊടുത്തിട്ടുള്ളത്, പക്ഷേ അടിപൊളി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. നെക്സ്റ്റ് ഒരു അഡാർ ഐറ്റമാണ്, ഒരു പോലീസ് പെട്രോളിംഗ് വണ്ടിയാണ്. ഈ ഡോഡ്ജ് റാമിൻ്റെ ഒക്കെ ഒരു ലുക്ക് വരുന്ന വണ്ടിയാണ്, ഹെവി സാധനമാണ്. ഇതിൻ്റെ ഡോറും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ നമ്മൾ കാർഡിൽ നിന്ന് പിടിച്ച് വെളിയിലെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വാഗണാറിൻ്റെ ഒരു ലുക്ക്. കാർഡിനകത്തിരുന്നപ്പം അടിപൊളിയായിരുന്നു, പക്ഷേ പുറത്തെടുത്തപ്പോഴേക്കും ഫ്രണ്ടിലൊക്കെ ഇച്ചിരി എന്തോ ചളക്കോ വിളക്കോ ഒരു ലുക്കൊക്കെ ഉണ്ട്, എന്തോ ചെറിയൊരു കുഴപ്പമുണ്ട്. ഈ രണ്ട് ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ എൻ്റെ ഇരിക്കുന്ന നാനോ ആണ്. നാനോ അത്യാവശ്യം നല്ല ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. നാനോ തന്നെയാണ് എന്നെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുള്ളത്. ടാറ്റയുടെ ലോഗോ ഒന്നും ഇല്ലെന്നുള്ളൂ, പക്ഷേ വണ്ടി കറക്റ്റ് അത് തന്നെയാണ്. അപ്പോൾ ഈ ബ്ലാക്കും കൂടെ ആയപ്പം അടിപൊളി ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി ലുക്കുള്ളൊരു വണ്ടിയാണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ജിപ്സി. ജിപ്സിയുടെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല, എൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ ഇങ്ങനെ ഒരു പെയിൻറ്റ് സെറ്റപ്പിലാണെങ്കിലും ബാക്കിയെല്ലാം ഇപ്പോൾ പുറകിലത്തെ സ്റ്റെപ്പിന് ജെറിക്കാൻ ഹുക്ക്, നമ്മൾ വലിച്ചുകൊണ്ട് വന്ന ഹുക്ക്, മേളിലിരിക്കുന്ന ഫോഗ് ലാമ്പ് എല്ലാം അടിപൊളി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്, നല്ല ക്വാളിറ്റി ഉള്ളൊരു മോഡലാണ്. ഇതിന് ഇച്ചിരി അത്യാവശ്യം പ്രൈസ് കൂടുതലാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്, പോലീസിൻ്റെ പെട്രോളിംഗ് വണ്ടി. ഈ സ്റ്റിക്കർ വർക്ക് അടിപൊളിയാണ്. സ്റ്റിക്കർ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പെയിൻറ്റ് ജോബ് തന്നെയാണ്, അടിപൊളിയാണ്. പുറകിൽ ഇവിടെ 00 നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കഴിഞ്ഞാൽ പോലീസുകാർ വരുമായിരിക്കും. അതുകൊണ്ടോ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതുപോലെ 2 ഡോറും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീറ്റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ എല്ലാ ഇൻറ്റീരിയറും വരുന്ന ഗ്രേ ഷെയ്ഡിലാണ്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിൻ്റെ ടയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓഫ് റോഡ് നമ്മളെ കുറച്ച് എന്താ പറയുന്നത് പുറത്തോട്ട് ഇറക്കിയിട്ടുള്ളൊരു ടയർ, അടിപൊളി മോഡലാണ് എല്ലാം. അപ്പോൾ ഗൈസ്, ഈ കാറെല്ലാം ഞാൻ വാങ്ങിയതൊരു ഹോൾസെയിൽ കടയിൽ നിന്നാണ്. ആ ചേട്ടൻ എനിക്ക് റീറ്റെയിൽ തരാൻ ഒട്ടും സമ്മതമില്ല എനിക്കായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് കൈയും കാലം പിടിച്ചിട്ട് ഈ 5 മോഡൽ എടുത്തോളം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി എനിക്ക് തന്നത്. സോ നിങ്ങളും മേടിക്കുകയാണെങ്കിൽ ഹോൾസെയിൽ കടയിൽ നിന്ന് മാക്സിമം മേടിക്കാൻ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല കുറഞ്ഞ് കിട്ടും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ആ കാറിൻ്റെ അൺബോക്സിംഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ് മീ. ഓക്കെ, താങ്ക് യു.